ഹായ്, ഗുഡ് മോർണിംഗ്. പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ 3 മിനിറ്റിന് താഴെയുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ഇനി വരിക. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. ചാർട്ട് എടുക്കുന്ന സമയത്ത് ഇറാൻ ഇറാഖ് വാർ കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. ഫെഡ് മീറ്റിംഗ് ഇന്നലെ വന്നിരുന്ന ഫെഡ് റേറ്റ് കട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് പോസിറ്റീവാണ്. നമ്മുടെ മാർക്കറ്റും ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ, അതായത് സിംഗപ്പൂരിലെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റിയൊക്കെ ഫ്ലാറ്റാണ്. സോ നമ്മളും ഓൾമോസ്റ്റ് 24,812 എന്നുള്ള ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും അതേ പ്രൈസിൽ തന്നെയാണ് നിൽക്കുന്നത്, ഓൾമോസ്റ്റ് സെയിം ഫ്ലാറ്റാണ്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതൊരു ഫോളിംഗ് വെഡ്ജാണ് അല്ലേ. ഇതുപോലെ നമുക്ക് മുന്നേ ഒരു ഫോളിംഗ് വെഡ്ജ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഈ ഒരു ഫോളിംഗ് വെഡ്ജിൽ നിന്നാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്തത് അല്ലേ. നമുക്ക് ഫോളിംഗ് വെഡ്ജ് കിടപ്പുണ്ട്, പക്ഷേ അവിടെ ഒരു വാറിൻ്റെ ന്യൂസ് ഉണ്ട്. സോ എന്താണ് വാറിൻ്റെ ന്യൂസ്? സബ്സൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നിട്ട് തിരിച്ച് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ഓൾ ടൈം ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ക്യാൻഡിൽ കാണുമ്പോൾ ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല, ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടി നിൽക്കുകയാണ്. സോ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് വന്നതിന് ശേഷം അടുത്ത പുതിയ സ്വിങ്സ് ട്രേഡ്സ് എടുക്കാം. ഓൾമോസ്റ്റ് എൻ്റെ ക്യാപിറ്റലിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് വെളിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത്. ട്രെൻഡ് എന്താണ്? ഡൗൺവേർഡ് ട്രെൻഡാണ് അല്ലേ. അപ്പോൾ മാർക്കറ്റിലൊരു അപ്വേർഡ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ക്യാപിറ്റൽ നമുക്ക് അവിടെ ഡിപ്ലോയ് ചെയ്യാം. സോ വെയിറ്റ്. കയ്യിലിരിക്കുന്ന സ്വിങ് എല്ലാം കയ്യിലിരിപ്പുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും മേലിലോട്ട് കയറുന്ന ഒരു സാധ്യതയുള്ളപ്പോൾ നമുക്ക് അതിനകത്ത് എടുക്കാം. അത്യാവശ്യം പ്രൈസസ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അത് വരും ദിവസങ്ങളിൽ പറയാം. ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അതവിടെ പറയാതിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇൻട്രാഡേ ലെവൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 24,800 എന്ന് പറയുന്ന ലെവൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 24,720 ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 600. ഓക്കെ, നമ്മൾ ആ ഒരു റേഞ്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. 800, 880, പിന്നീട് 960 to 25,000 അവിടെ കിടപ്പുണ്ട്. 25,100 ഉണ്ട്. സോ മാർക്കറ്റിൽ പെട്ടെന്നൊരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ ഈ ലെവൽസ് ആയിരിക്കും ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻട്രാഡേ ലെവൽസ് അത് നോക്കുക. സ്റ്റോക്സ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 15 മിനിറ്റ്സിന് ശേഷം നല്ല ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്താൽ മതിയാവും. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ പൊസിഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യാം. ലോങ് ടേമും ഓക്കെയാണ്, സിപ്പും ഓക്കെയാണ്. ഈ ഇറാൻ ഇറാഖ് ഇഷ്യൂ തീരുന്നത് വരെ നമ്മൾ വേറെ പൊസിഷൻസ് ഒന്നും എടുക്കുന്നില്ല. നമുക്ക് മൺഡേ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളുടെ സേഫായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് ഇരിക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.